ആരും ഇപ്പൊ അതാ ഉള്ള സ്ഥലത്തിനൊക്കെ വില കുറയണേ. ആൾക്കാരൊക്കെ ഓടി വെച്ച് കൊടുക്കേണ്ട കാര്യമല്ല. അവിടുത്തെ മലയാളികൾക്ക് പോലും ഭയങ്കര മോശം അഭിപ്രായം. അവരുടെ ബിസിനസ് കഴിഞ്ഞ് ഇതില് റോഡ് വഴിയിലും പേടിയൊന്നുമില്ലാണ്ടേ റോഡിലും ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഒരു വട്ടം അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ മനസ്സ് തോന്നില്ല. അത്ര കച്ചറയായി പോയില്ലേ? അതൊക്കെ നമ്മൾ ഈ വണ്ടി പോകുമ്പോൾ ശരിക്കും അറിയാം. 4 മണി 5 മണി ആയി കഴിഞ്ഞോ ആ റോഡിൽ പിന്നെ ഒരു മലയാളികളെ കാണണമെങ്കിൽ ഇവിടെ തെരഞ്ഞോ ഭയങ്കര കച്ചറയായി. തുപ്പുക അങ്ങനെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇവരുടെ മെയിൻ സംഭവമാണ്. അവരുടെ കടകൾ കൂടുതലായി അവിടെ. മലയാളികളൊക്കെ ഒഴിവായി മലയാളികൾക്ക് ഇപ്പൊ അവിടെ ആൾക്കാർ കൂടുതലുള്ളത് തന്നെ മലയാളികൾക്ക് ഇപ്പൊ നമ്മുടെ ഫ്രീഡം പകമാനല്ലേ കൂടുതല്. ഇവന്മാരോട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാൽ കാറ്റുകളെ കിട്ടണ കീറും. ഒരു വർത്താനല്ല ഇവർക്ക്. ഇവര് കിട്ടണ ഭാഗം വെച്ചിട്ട് നമുക്ക് പണിയിരിക്കണം. ഓക്കെ, അവിടുന്ന് മറ്റേ വഴിക്കാൻ പോകാനോ അല്ലേ? തലവരെ പറഞ്ഞു. എനിക്ക് 3 കിലോമീറ്റർ കയറിയാൽ പിന്നെ കോട്ടയം ബോർഡറാ. കോട്ടയം ജില്ലയായി. എവിടെ പഠിച്ചത്? मंथली फर्स्ट टाइम पे 50,000 का काम था। 50,000 मंथली। कोरोना से पहले अच्छा था। कोरोना ये इस्तेमाल करा हो गया था। मेन प्रॉब्लम कोरोना से। ഇപ്പൊ കുഴപ്പമില്ല. ആദ്യം എന്താ പറയുക, ഒരു ബിൽഡിങ്ങിന് ഒരു സലൂൺ, ഒരു ഗ്രോസറി, ഒരു സ്പാ. എല്ലാ ബിൽഡിങ്ങിലും ഒരു സലൂൺ, ഒരു സ്പാ, ഒരു ഗ്രോസറി. അതിന്റെ പറ്റിയേ അതെന്നെ അവിടെ ഒരു കൊലക്കേസം കണ്ടു വന്നു. അങ്ങനെയൊക്കെ പല കഥകളും. പക്ഷെ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ചില ബിൽഡിങ്സിൽ എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സിൽ സ്പാ ഉണ്ട്. ഓക്കെ, പക്ഷെ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതിപ്പോ ഒരു കമ്പനി ഫുൾ ഒരു ബിൽഡിംഗ് ഒന്ന് ഹയർ ചെയ്തേക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള റെന്റിനെ കൊടുക്കാം. കാരണം ആ ബിൽഡിങ്ങിന്റെ പൈസ മൊത്തം അവർക്കല്ലേ കിട്ടുക. ഓക്കെ, അപ്പൊ അവർക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള അധികാരം. ചൈനയുടെ കമ്പനികൾ അല്ല, ഇവിടെ ജീൻസിന് ഇവിടെ ഒരു കമ്പനി ആണെങ്കിൽ ഒരാളൊക്കെ ഹയർ ചെയ്യും. അങ്ങനെ അവർക്ക് ഭയങ്കര രസമല്ലേ? ഈ കടകളെക്കാളും റെന്റ് കൂടുതൽ മേടിക്കുമല്ലോ അതിൽ. ഓക്കെ, ഇങ്ങനെയുള്ള പരിപാടി ആയതുകൊണ്ടല്ലേ? അതാവുമ്പോ ഇങ്ങനെ 2 റൂം ആവശ്യം ഉണ്ടാവും. ഇതൊക്കെ 2 റൂമില്ല. ഇപ്പൊ ഈ ലോണ്ടറി 2 റൂമില്ലേ ഞങ്ങളുടെ ഇപ്പുറത്ത്? ഒക്കെ ഇത്ര സ്ഥലമായിരുന്നു. 2 മുറി. ഇപ്പൊ 2 മുറി വാടക വന്നു. ഇത് നോർമലി വാടക കൂടുതൽ. ഇത് പ്രൈവറ്റ് ബിൽഡിംഗ് ആണോ? അല്ല, ആയിരുന്നു. ആയിരുന്നു. ഭക്ഷണം കഴിച്ചത് നിങ്ങളുടെ കഴിച്ചില്ല. നിങ്ങളുടെ റൂം എവിടെയാ? എന്റെ റൂം ഉണ്ടെങ്കിൽ അപ്പൊ വേറെ നോക്കിട്ട് വാങ്ങാം. ഞാൻ നോക്കുന്നുണ്ട്. ഇന്റർവ്യൂ ഒക്കെ പോകുന്നുണ്ട്. പോയിട്ട് ഏകദേശം ഒരെണ്ണമൊക്കെ ശരിയായി. എവിടെയാ? ബോക്സ് പാർക്കില്ലേ, സഫ പാർക്ക്. നമ്മുടെ പിന്നെ വേറെ ഒരെണ്ണം നോക്കുന്നുണ്ട്. അവിടെ എങ്ങനെയുണ്ട് പാക്കേജ് പറഞ്ഞ? അവിടെ സെയിം പാക്കേജ് തന്നെ, പക്ഷെ ഏരിയ നല്ല ഏരിയ. പിന്നെ ടിപ്പ് കുറച്ച് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ കുഴപ്പമില്ല. ഇവിടെ കസ്റ്റമറൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പോകാനും മെച്ചമായിട്ടില്ല. പിന്നെ കുറച്ച് പ്രൊഫഷണൽ കടകളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നന്നായി. അവിടെ ഒരു ആർട്ട് ലൈൻ പറഞ്ഞുണ്ട്. അവിടെ മിശ്രീയുടെ അവർ അടിപൊളി ടീമാ. അവിടെ ഈജിപ്ഷ്യൻസാ. പണിക്കാര് കൂടുതൽ ഈജിപ്ഷ്യൻസാ. അവിടെ ഒരു ശ്രീലങ്കാരനുണ്ട്. ബാക്കി ഈജിപ്ഷ്യനാ. ചെറിയ ഈജിപ്ഷ്യൻ ടീമാണ്. നല്ല ഒരു ശ്രീലങ്കൻ ലേഡി ഉണ്ട്. അവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കറുത്തലേക്ക് ഒരു മറ്റേ പുള്ളിക്കാരിയുണ്ട്. ആഫ്രിക്കയുണ്ട്, ശ്രീലങ്കയുണ്ട്. അവരിൽ ആരെങ്കിലും ചെയ്തോണ്ട് അതെയോ? നല്ല ഷോപ്പിലായിരിക്കും. അല്ലാതെ ലോക്കലിന്റെ സ്ഥല. അല്ലാതെ നല്ല പൈസ ഉണ്ടാക്കുന്ന സ്ഥലം.